എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1781 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസിന്റെ വിഷയം ഫീമെയിൽ അല്ലെങ്കിൽ സ്ത്രീ ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാകുന്ന രോഗങ്ങളും അതിന്റെ ഹോമിയോപ്പതിക് പരിഹാരങ്ങളും, ഹോമിയോപ്പതിയിൽ ഉള്ള ചികിത്സകളും, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ വിഷയത്തിലാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുചേരാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ സോമിന്റെ അമ്മയാണ്. 2021 അതിരദാസ് അവാർഡ്, സ്വാമി അതിരദാസ് അവാർഡ് വാങ്ങിച്ച വ്യക്തിത്വമാണ്. ഇതെല്ലാം ക്ലൂ ആണ്, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വന്ധ്യതാ ചികിത്സയിൽ അഗ്രഗണ്യാണ്. 2 മുഖങ്ങൾ കാണുന്നുണ്ട്. അതിലൊരു മുഖമായ ശാന്താചന്ദ്രൻ മാഡമാണ് ഇന്ന് നമ്മുടെ അതിഥി. മാഡത്തിനെ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഓക്കെ ആയോ? ഓക്കെ ആയി. നല്ല രീതിയിൽ കാണാം, കേൾക്കാം. തുടങ്ങാം. ആദ്യമായിട്ട് IFPHന്റെ എല്ലാ സാരഥികൾക്കും എൻ്റെ വിനീതമായ കൂടി. പിന്നെ ഈ ക്ലാസ് ഒരു വണ്ടർഫുൾ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും നമ്മുടെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരാണ്. എൻ്റെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അതിൻ്റെ കൂടെ ഞാൻ തരുന്ന. സന്തോഷമുണ്ട്, സങ്കടമുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക്. കാരണം നമ്മുടെ IFPHന്റെ എന്നും എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഒരു 2-3 സംശയങ്ങളും, പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ അന്ന് കുറച്ച് മെസ്സേജുകളും കോളും വന്നിരുന്ന ഒരു IFPHന്റെ ഈ ഫ്ലോറിലെ ഒരു മോട്ടിവേറ്റിംഗ് ക്യാരക്ടർ ഇല്ലാതായി. അതൊരു ഭയങ്കര ഞാൻ വൈകിയാണ് അറിഞ്ഞെങ്കിലും ഒരു ഭയങ്കര വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ എല്ലാ ക്ലാസ് കഴിയുമ്പോഴും ലതാ മനോഹരത്തിന്റെ ഒരു ക്വസ്റ്റ്യനും ഒരു സംശയവും വരാറുണ്ടായിരുന്നു എപ്പോഴും. അത് നമ്മുടെ IFPHന്റെ ഒരു മോട്ടിവേഷൻ, ചിരിച്ച മുഖവും പേനയും ബുക്കുമായിട്ടിരിക്കുന്ന അതൊരു ഭയങ്കര സങ്കടമാണ്. എന്തായാലും ആട്ടെ, എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മാഡം പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. കാരണം എനിക്കൊരു കൂട്ടായിരുന്നു. കാരണം വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ലതാ മനോഹരൻ ഡോക്ടർ. അപ്പൊ ഞാനും വീഡിയോ ഓൺ ചെയ്തിരിക്കും, അവര് വീഡിയോ ഓൺ ചെയ്തിരിക്കും. എനിക്കൊരു കൂട്ടായിരുന്നു. പിന്നെ എത്രയോ എപ്പിസോഡുകളിൽ നന്ദി പറയാൻ ഞാൻ ലതാ മനോഹരൻ ഡോക്ടറെയാണ് വിളിച്ചത്. ലാസ്റ്റ് എനിക്ക് എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്രം, ഇംഗ്ലീഷ് സെക്ഷനിൽ വെച്ചൊരു ക്ലാസ്സിൽ മാത്രം ലതാ മനോഹരൻ വരാതിരുന്നുണ്ട്. അതുവരെയുള്ള എല്ലാ ക്ലാസ്സിലും ആ ഡോക്ടർ ഉണ്ടായിരുന്നു. എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വല്ലാത്തൊരു സങ്കടമായിരുന്നു. കഴിഞ്ഞു പോയി ഓരോരുത്തര് പോകും. അപ്പൊ ഇന്നിപ്പോ ഒരു തേങ്ങലോട് കൂടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് തുടങ്ങണത് തന്നെ, സത്യമായിട്ട്. ഇപ്പൊ നമ്മൾ പറയാൻ വന്നത്, പിന്നെ ധനേഷ് ഡോക്ടർ പറയുമ്പോൾ എനിക്ക് നോ പറയാൻ പറ്റത്തില്ല ഒരിക്കലും. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് എടുക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഈ ഫ്ലോറിൽ ഇരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഡോക്ടർ ബിബിൻ ഇംഗ്ലീഷ് സെക്ഷനിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ നമ്മുടെ ഇതിനെ കുറിച്ച് എടുത്തിട്ടുണ്ട്, ഫീമെയിൽ കംപ്ലൈൻസിനെ കുറിച്ച്. ഞാൻ ഒരു പാർട്ട് മാത്രം, നമ്മുടെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനായ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് ശ്രമിക്കുന്നത്. ഫലോപ്പിയ, അതിൻ്റെ അനാട്ടമി ഫിസിയോളജി ഒക്കെ എല്ലാവർക്കും അറിയാം. 2 ട്യൂബുണ്ട്, അതിൻ്റെ ഇൻഗ്രേറ്റഡ് എൻഡ് ഉണ്ട്, ഇൻഫണ്ടിബിലും ഉണ്ട്. അത് നമ്മളെ 2 യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓർഗനാണ് ഫലോപ്പിയൻ ട്യൂബ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ ഫലോപ്പിയൻ ട്യൂബിന്റെ ഫങ്ഷൻ നമുക്കറിയാവുന്ന പോലെ ഈ
oocytes ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫങ്ഷൻ ആസ് ചാനൽസ് ഫോർ oocyte. ഫെർട്ടിലൈസ്ഡ് ഓവത്തിന് കൊണ്ടുവരുന്ന യൂട്രസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഫലോപ്പിയൻ ട്യൂബ്. ദിസ് ഈസ് ദ കോമൺ എറ്റിയോളജി ഓഫ് ഇൻഫെർട്ടിലിറ്റി. കോമൺ എറ്റിയോളജി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ കോമൺ എറ്റിയോളജി ഫലോപ്പിയൻ ട്യൂബിലാണെന്നാണ് നമ്മൾ തുടങ്ങുന്നത്. എഗ്ഗ് വന്ന് അത് യൂട്രസിലേക്ക് എത്തുന്നതിനൊക്കെയുള്ള ആ പാസേജ് അല്ലെങ്കിൽ ആ ചാനൽ ആണ് ഫലോപ്പിയൻ ട്യൂബ്. നമ്മൾ അനാറ്റമി നോക്കുമ്പോൾ ചിലരുടെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഫലോപ്പിയൻ ട്യൂബ് ആബ്സെന്റ് ആയിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ട്, റൂഡിമെന്ററി ആയിട്ടുള്ളവരുണ്ട്, ഒരു ട്യൂബ് ആബ്സെന്റ് ഒരു ട്യൂബ് ഇല്ലാത്ത അത് അങ്ങനത്തെ കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇനി ഈ ഫലോപ്പിയൻ ട്യൂബിൽ വരുന്ന അസുഖങ്ങളെ കുറിച്ച് പറയാം. ഇതിൽ ഒന്നാമത്തത് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന കംപ്ലൈൻസ്, പിന്നെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേറ്ററി, പിന്നെ സ്ട്രക്ചറൽ ഡിഫക്റ്റ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് നിയോപ്ലാസ്റ്റിക് ക്യാൻസർസ് കണ്ടീഷൻസ്. അപ്പോൾ ഇത് നമ്മൾ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസ്, അങ്ങനെ ഇൻഫ്ലമേഷൻ വരുന്നതിനാണ് നമ്മൾ സാൽഫിൻജൈറ്റിസ് എന്ന് പറയുന്നത്. ഫലോപ്പിയൻ ട്യൂബിന് വരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ സാൽഫിൻജൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലമേഷൻ എവിടെ നിന്ന് വരാം? ഓഫൺ ഡ്യൂ ടു അസെൻഡിങ് ഇൻഫെക്ഷൻ നമുക്ക് ഇൻഫ്ലമേഷൻ വരാം. അതിപ്പോ ഒരു അപ്പൻഡിക്സ് വന്നു, അപ്പൻഡിക്സിന്റെ സർജറി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു അപ്പൻഡിസൈറ്റിസ് വന്നു, അപ്പോൾ ആ ഒരു ഇൻഫെക്ഷന് നമുക്ക് ഫലോപ്പിയൻ ട്യൂബിലേക്കും ഓവറിയിലേക്കും ഒക്കെ ഇൻഫെക്ഷൻ വരാം. അഡ്ജസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന ഓർഗൻസിലേക്ക് ആണല്ലോ ഫലോപ്പിയൻ ട്യൂബ്, അങ്ങനെ വരാം. പിന്നെ അതിന്റെ ഇത് കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. പിന്നെ വരുന്നത് ഒരു പോസ്റ്റ്പാർട്ടം, ആഫ്റ്റർ ഡെലിവറി, ആഫ്റ്റർ സിസേറിയൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അബോർഷൻ, അത് കഴിയുമ്പോഴും നമുക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ സിംറ്റംസ് പറയുകയാണെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നും വരാമല്ലോ, നമുക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ലോവർ അബ്ഡമൻ പെയിൻ, പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ്റെ എന്താണ് പനി, പിന്നെ ഡിസ്ചാർജ്, വജൈനൽ ഡിസ്ചാർജ്, ഡിസ്പെരിനിയ. ഇതാണ് സാൽഫിൻജൈറ്റിസിന്റെ സിംറ്റംസ്. കോംപ്ലിക്കേഷൻ എപ്പോഴും പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു മെയിൻ എറ്റിയോളജിയാണ് നമ്മൾ ഫലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി, പിന്നെ ട്യൂബോ ഒവേറിയൻ ആബ്സസ്, അതാണ് ഇൻഫ്ലമേഷൻ കൊണ്ട് വരുന്നത്. ഇനി വരുന്നത് PID എന്ന് പറയുമ്പോൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. അപ്പോൾ അത് മൈക്രോബിയൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന ഇൻവോൾവിങ് ദ അപ്പർ ജെനിറ്റൽ ട്രാക്റ്റിൽ ഇൻക്ലൂഡിങ് ഫലോപ്പിയൻ ട്യൂബ്. അപ്പൊ PIDയിലും നമുക്ക് അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ വരാം. പിന്നെ ഇമ്പാക്ട് കോസ് ട്യൂബൽ സ്കാറിങ്. ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ഇൻഫെക്ഷൻ വന്ന് ഇൻഫെക്ഷൻ, പിന്നെ ഇൻഡ്യൂറേഷൻ വരുമ്പോൾ അവിടെ ഒരു സ്കാറിങ് വരാം. പിന്നെ അൾസറേഷൻ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സ്കാറിങ് വരാം. പിന്നെ വരാവുന്നത് അഡിഷൻസ് വരാം. നമ്മുടെ സറൗണ്ടിങ് ഓർഗൻസിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ അഡിക്ഷൻസ് വരാം. എക്സ്റ്റേണൽ അഡിക്ഷൻ വരാം, ഇന്റേണൽ അഡിക്ഷൻ വരാം. എക്സ്റ്റേണൽ സ്കാറിങ് വരാം, ഇന്റേണൽ സ്കാറിങ് വരാം. അപ്പോൾ ഇത് കുറെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അതിന് ക്രോണിക് പെൽവിക് പെയിൻ വരാം, ക്രോണിക് ഇൻഫെക്ഷൻ ആവും. ഇനി അടുത്ത ഇൻഫെക്ഷൻ വരുന്നത് ജെനറ്റിക്കലായിട്ട് നമുക്ക് ട്യൂബർകുലോസിസ് ആണ് വരുന്നത്. അപ്പൊ ട്യൂബർകുലോസിസ് ക്യാൻ എഫക്ട് ഏത് ടിഷ്യൂയിലും ട്യൂബർകുലർ ഇൻഫെക്ഷൻ വരാമല്ലോ. അപ്പോൾ ഇത് ജെനറ്റിക്കൽ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൽ ട്യൂബർകുലോസിസ് വരുമ്പോൾ നമുക്ക് കോമൺലി എഫക്ട് ഫലോപ്പിയൻ ട്യൂബ്. സിംറ്റംസ് ഇൻഫെർട്ടിലിറ്റി തന്നെ, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, പെൽവിക് പെയിൻ. അതിന്റെ ഡയഗ്നോസിസ് വരുന്ന നമ്മൾ എൻഡോമെട്രിയൽ ബയോപ്സി, ലാപ്രോസ്കോപ്പി, പിന്നെ ട്യൂബർകുലോസിസിനുള്ള PCR ഫോർ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഈ ട്യൂബർകുലോസിസ് കൊണ്ടുള്ള
ഈ ബ്ലോക്ക് കൊണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ബിഗിനിങ് ഓഫ് മൈ പ്രാക്ടീസിന്റെ സമയത്ത് നമ്മളെ ആലപ്പുഴയിൽ ഒരു രാജൻ ഡോക്ടർ ഉണ്ടായിരുന്നു, ഗൈനക്കോളജിസ്റ്റ് കേട്ടോ. ഇറ്റ്സ് വെരി ഫേമസ്. ഹാൻഡിക്യാപ്ഡ് ഡോക്ടറായിരുന്നു, ഭയങ്കര ഫേമസ് ഡോക്ടറായിരുന്നു. ഹസ്ബൻഡും വൈഫും എൻജിനീയേഴ്സ് ആയിരുന്നു. 42 വയസ്സുണ്ടായിരുന്നു ആ ലേഡിക്ക്. അപ്പൊ അവര് പോയി ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെന്റുകൾ കുറേ വർഷങ്ങളെടുത്ത് കുറേ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവർ എൻ്റെ അടുക്ക 42 ഇയേഴ്സിലാണ് എൻ്റെ അടുക്ക എൻ്റെ വരുന്നത്. അപ്പോൾ അവർക്കുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞ് നമ്മൾ ഇപ്പോഴത്തെ കാലത്തല്ലേ നമുക്ക് ഈ സ്കാനിങ് റിപ്പോർട്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ഇതെല്ലാം കിട്ടുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ഒരു 10-40 വർഷം മുമ്പ്. അപ്പൊ അന്നാകെ ഒരു ഗൈനക്കിന്റെ അടുത്ത് പോയി ഒരു DNCയുടെ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു അബോർഷന്റെ അങ്ങനത്തെ കുറച്ച് റിപ്പോർട്ട്സ് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അപ്പൊ ആ ലേഡി വന്നപ്പോ പറഞ്ഞത് ഒരുപാട് നാള് ട്രീറ്റ്മെന്റ് എടുത്തു, കൺസീവ് ആയില്ല. പിന്നെ അവർക്കൊരു കംപ്ലൈന്റ് പറഞ്ഞിരുന്നത് കിങ്ഡ് ട്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഒരു ട്യൂബ് ആബ്സെന്റ്, ഒരു ട്യൂബ് കിങ്ഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്, 2 ഡബിൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ട്യൂബാന്ന് പറഞ്ഞു. അപ്പോൾ കൺസീവ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുക്ക വരുന്നത്. നമ്മൾ കേസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, നേരത്തെയൊക്കെ നമ്മൾ BCG എടുക്കുമല്ലോ കുട്ടികളായിരിക്കുമ്പോൾ, ഡെലിവറി കഴിയുമ്പോൾ തന്നെ എടുത്തിട്ട് പ്രൈമറി കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈന്റ് പറഞ്ഞത്. അങ്ങനെ ആ പ്രൈമറി കോംപ്ലക്സ് ബാല TB വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മളുടെ കേസ് ടേക്കിങ്ങിൽ ബാല TB വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാമിലിയിലും ട്യൂബർക്കുലോസിസ് വന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് ഇതൊരു പർട്ടിക്കുലർ കേസ് ആയതുകൊണ്ടാണ് ഇപ്പോഴും ഞാനത് ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു തരുന്നത്, നമ്മൾ ട്യൂബർക്കുലൻ തന്നെയാണ് അവർക്ക് കൊടുത്തത്. ട്യൂബർക്കുലിനും അത് എനിക്ക് അന്നത്തെ കേസിൽ ഞാൻ 1 വീക്കിലി വൺസ് കൊടുക്കും, പിന്നെ 10 once in 15 days, പിന്നെ 50 മന്ത്ലി വൺസ്, അങ്ങനെ എനിക്ക് 15 വരെ വെച്ച് കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ പർട്ടിക്കുലറായിട്ട് അവരോട് പറഞ്ഞു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. സിവിയർ ആയിട്ട് നല്ലപോലെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. ഈ കുറേ ഹോർമോൺസ് ഒക്കെ എടുത്തെടുത്ത് അഡിപ്പോസ് ടിഷ്യൂയും വയറും ഒക്കെ ഇങ്ങനെ ഒത്തിരി ഫാറ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒക്കെ സമീപിച്ചത്. കാരണം ഇനി ഉണ്ടാവില്ല എന്ന് എന്നെ പറഞ്ഞ ഒരു കേസായിരുന്നു അത്. അപ്പൊ അവര് ഒരു വിതിൻ 1 month അവരൊരു 5 കിലോ വെയിറ്റ് കുറച്ച്. സ്ട്രെച്ചിങ് എക്സസൈസ് ഞാൻ കുറച്ചിങ്ങനെ യോഗയുടെ എക്സസൈസ് ഒക്കെ ബോട്ട് നൗകാസനം ഒക്കെ കാണിച്ചു കൊടുക്കുന്നത്, അതെല്ലാം അവർ ചെയ്ത് പിന്നെ എന്തായാലും അവർ കൺസീവ് ചെയ്തു. ഞാൻ ട്യൂബർക്കുലിനും 50 കൊടുത്ത് നെക്സ്റ്റ് മന്തിൽ അവർ കൺസീവ് ചെയ്തു. അതാണ് ഞാൻ മെയിനായിട്ട് കൊടുത്ത മെഡിസിൻ, ട്യൂബർക്കുലിൻ തന്നെയാണ്. പിന്നെ അവർക്ക് ഹിസ്റ്ററി ഓഫ് ട്യൂബർക്കുലോസിസ്, അതാണ് ഫാമിലിയിലും ട്യൂബർക്കുലോസിസ് ട്യൂബർക്കുലിന്. പിന്നെ അന്നും ഈ തയോസിയാമിനം കൊടുക്കുമായിരുന്നു. എവിടെ ഒരു അഡിഷൻ ഉണ്ടോ, ഇത്ര നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യാനോ സ്കാൻ ചെയ്യാനോ ഉള്ള അതൊന്നും അപ്പൊ അത്രയും ഇതായിട്ടില്ല, ഇപ്പൊ എഫക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്കത് വളരെ എനിക്ക് ലൈഫിൽ കിട്ടിയ ഒരു അച്ചീവ്മെന്റ് ആണ്. അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം അന്നത്തെ കാലത്ത്, ഇന്ന് നമ്മളെ ഹോമിയോപ്പതി നമ്മൾ മരുന്ന് കൊടുത്ത് പ്രഗ്നന്റ് ആയി കുഞ്ഞായാലും നമ്മളെ വിളിച്ച് പറയാറില്ല. പ്രഗ്നൻസി ആകുമ്പോൾ നമ്മളൊക്കെ പോസിറ്റീവ് ആയെന്ന് പറയല്ലാതെ ഡെലിവറി കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളൊക്കെ പറയും. പക്ഷെ അവര് ഒരു എൻജിനീയേഴ്സാണ് 2 പേരും. വളരെ ഷീസ് നോ മോർ നൗ, ബട്ട് മരിക്കണ വരെ അവര് എൻ്റെ അടുക്ക എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അടുക്ക വരുമോ, മോനെ കൊണ്ടുവരും, അവരുടെ ഫംഗ്ഷനും ഒക്കെ എന്നെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവര് പറഞ്ഞ എൻ്റെ ലൈഫിൽ ഒരിക്കലും കിട്ടാത്തൊരു പിന്നെ ഒരു അനുഗ്രഹമാണ് ഡോക്ടറെ കാരണം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര അത് ദാറ്റ് ബിഫോർ മൈ മാരേജ്, അപ്പോഴാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്തായിരുന്നു. അപ്പൊ അവരെന്റെ കല്യാണത്തിന് വന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അത്രയും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് അങ്ങനെ ആവുമല്ലോ, ഫാമിലി ഹിസ്റ്ററി ചോദിച്ചു കുറെ പേരെങ്കിലും ഒക്കെ. അപ്പൊ അത് എനിക്ക് ട്യൂബർക്കുലോസിസ് റീസൺ പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തതാണ്. അപ്പൊ ഇൻഫെക്ഷൻ, ട്യൂബർക്കുലോസിസ്
ഡയഗ്നോസിസ്. ഇനി നമുക്ക് വരുന്ന റീസൺ എന്തെന്ന്, സ്ട്രക്ചറൽ കംപ്ലൈന്റ്. സ്ട്രക്ചറൽ റീസൺസ്. സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്സ്ട്രക്റ്റീവ് കണ്ടീഷൻസ്. അപ്പൊ ഹൈഡ്രോസൾഫൻസ് വെച്ചാൽ ഫ്ലൂയിഡ്, ട്യൂബിനകത്ത് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഹൈഡ്രോസൾഫൻസ്. അത് ഡിജിറ്റൽ എൻഡിലാവാം, dilated fallopian tube due to chronic inflammation. അപ്പൊ അതിന് കാരണം പറയുന്നത് ഈ സെയിം തന്നെ, PID, ട്യൂബർകുലോസിസ്, എൻഡോമെട്രിയോസിസ്, പിന്നെ പ്രയർ സർജറി സിംറ്റംസ്. ഓഫൺ ചിലപ്പോൾ അത് എസിംറ്റമാറ്റിക് ആയിട്ട് വരും. പെൽവിക് ഡിസ്കംഫർട്ടും കോമൺ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. സാൽഫിംഗേറ്റിസ്, ഫലോപ്പിയൻ ട്യൂബിന് വരുന്ന എന്ത് കംപ്ലൈന്റും നമുക്ക് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആണല്ലോ. ആണല്ലോ. ഇനി ഫ്ലൂയിഡ് മാത്രം വരുമ്പോൾ നമ്മൾ അതിനെ ഹൈഡ്രോസാൽഫിൻസ്, സീറസ് ഫ്ലൂയിഡ് വരുമ്പോഴത്തേക്ക്. അടുത്ത് നെക്സ്റ്റ് വരുന്നത് ഹെമറ്റോസാൽഫിൻസ്. ഹെമറ്റോസാൽഫിൻസ് ആകുമ്പോൾ അതിൽ നമ്മൾ അക്യൂമുലേഷൻ ഓഫ് ബ്ലഡ്. ഇത് വരുന്നത് എക്ടോപിക് പ്രഗ്നൻസിയിലല്ലേ. അപ്പൊ അതവിടെ എൻഡോമെട്രിയോസിസ്, പിന്നെ ഒരു ട്രോമ, ഇതൊക്കെയാണ് പെൽവിക് ഹെമറ്റോസാൽഫിൻസിന്റെ റീസൺ, കാരണങ്ങൾ. അതിന്റെ സിംറ്റംസ് പെൽവിക് പെയിനും സ്പോട്ടിങ് ആൻഡ് അഡിനെക്സൽ മാസ്. നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി വരുമ്പോൾ നമുക്ക് മാസ് വരും, പെയിൻ വരും, സ്പോട്ടിങ്, സിവിയർ പെയിൻ വരും. എപ്പോഴും അതൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് വരും. കാരണം അത് റപ്ചർ ആകാം, അല്ലേ, ട്യൂബ് റപ്ചർ ആകാം, കംപ്ലീറ്റ് PID വരാം. അതാണ് അത്. ഇനി അടുത്ത റീസൺ പറയുന്ന പയോസാൽഫിൻസ്. ഇപ്പോൾ ഹൈഡ്രോസാൽഫിൻസ്, ഹെമറ്റോസാൽഫിൻസ്, ഇനി പയോസാൽഫിൻസ്. പയോസാൽഫിൻസിൽ അക്യൂമുലേഷൻ ഓഫ് പസ് ആണ് അവിടെ വരുന്നത്, ഡ്യൂ ടു അക്യൂട്ട് ഇൻഫെക്ഷൻ. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പുരുലൻ ഡിസ്ചാർജ്, ഫീവർ, എല്ലാ ഇൻഫ്ലമേഷന്റെയും കൂടെ വരുന്ന പോലെ തന്നെ പെയിൻ, ഫീവർ, പെയിൻ, ടെൻഡർനെസ്, അതൊക്കെയാണല്ലോ ഇൻഫ്ലമേഷൻ്റെ. ഇനി അടുത്ത റീസൺ ട്യൂബൽ ബ്ലോക്കേജ്. ട്യൂബൽ ബ്ലോക്കേജും ഇതുപോലെ തന്നെ നമുക്ക് റീസൺ, ട്യൂബൽ ബ്ലോക്കേജ് എസിംറ്റമാറ്റിക് ആണ്, നമുക്ക് സിംറ്റംസ് ഇല്ല. നമ്മളത് അതിനൊരു റീസൺ വരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. PID, TB, എൻഡോമെട്രിയോസിസ്, പിന്നെ സർജറിയുടെ കോൺസിക്വൻസ് ആയിട്ടും ട്യൂബൽ ബ്ലോക്കേജ് വരാം. അപ്പോൾ ഈ ട്യൂബൽ ബ്ലോക്കേജ് വന്നൊരു കേസ് ഇപ്പോൾ റീസെൻ്റ്ലി, ഇപ്പൊ ഈ ആഴ്ച ഒരു കേസ് വന്നത്, ഒരു 18 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ഇവിടെ ഒരു തമിഴ് ഫാമിലി ഇവിടെ പെരുമ്പാവൂരുണ്ടായിരുന്നു. അവര് വന്ന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുത്ത് അവർക്ക് 2 കുട്ടികളായി. അത് കഴിഞ്ഞ് അവരിപ്പോ ഇവിടുന്ന് പോയി തമിഴ്നാട്ടിലാണ്. അപ്പൊ അയാളുടെ നെയ്ബർ ഒരു പെൺകുട്ടി, 28 വയസ്സേ ഉള്ളു. അപ്പൊ അതിന് 2 പ്രാവശ്യം ട്യൂബൽ പ്രഗ്നൻസി വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അവരെ പറഞ്ഞിരിക്കുന്നത് ഇനി പ്രഗ്നൻസിക്ക് ചാൻസ് ഇല്ല. പക്ഷെ ഇവർക്ക് അത്ര എഡ്യൂക്കേഷൻ അത്ര അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ എൻ്റെ പേഷ്യന്റ് ആ റിപ്പോർട്ടെല്ലാമായിട്ട് വന്നിരിക്കും. എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും. അപ്പൊ ഈ റിപ്പോർട്ടിൽ എനിക്ക് അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കണം, ഈ റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ 2 ട്യൂബും ഡാമേജ്, 2 ട്യൂബും ഡാമേജ്ഡ്, 2 പോയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നാൽ അവർക്ക് IVF മാത്രമേ നിവൃത്തിയുള്ളൂ. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ മരുന്ന് തന്നാലും അത് കൺസീവ് ആകാൻ പോകുന്നില്ല. കാരണം അവിടെ കൺസീവ് ആവേണ്ട ഫലോപ്പിയൻ ട്യൂബോ എഗ്ഗ് വരണ്ട ഇതൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പോയി ഒരു IVF-ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ചിലപ്പോഴൊക്കെ ഇതിങ്ങനെ എന്താ റീസൺ എന്നറിയാതെ നമ്മൾ മരുന്ന് കൊടുക്കാനും ഒന്നും ഇടവരരുത്. അതുകൊണ്ടാണ് ഈ ഒരു റീസൺ ഞാൻ പറഞ്ഞത്.
പിന്നെ വരുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വരുന്ന എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക് പ്രഗ്നൻസി വരുന്നത് മിക്കവാറും implantation of a fertilized ovum outside the uterine cavity, most commonly in the fallopian tube. ഞാൻ ഇതിനു മുമ്പ് ഒരു അബോർഷന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്ടോപിക് പ്രഗ്നൻസി വരുമ്പോൾ എപ്പോഴും നമ്മൾ സെമൻ നോക്കണം. സെമനിലെ മോർഫോളജി, മോട്ടിലിറ്റി, അത് മോട്ടിലിറ്റി മോർഫോളജി ഡിഫക്റ്റീവ് വരുമ്പോഴാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി കൂടുതൽ ഉണ്ടാക്കാൻ എൻ്റെ അനുഭവത്തിൽ എനിക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മള് ഫീമെയിൽ പാർട്ട്ണർക്ക് നമ്മൾ ട്യൂബ് കറക്റ്റ് ചെയ്യാനും അതിന്റെ റീസണും ഒക്കെ നോക്കി നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു എക്ടോപിക് പ്രഗ്നൻസി വന്ന പേഷ്യന്റിന്റെ അടുത്ത് എപ്പോഴും നമ്മൾ സെമൻ ടെസ്റ്റിനും സെമൻ മോർഫോളജിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹസ്ബൻഡിന് മെഡിസിൻ കൊടുക്കണം. എന്നിട്ട് അടുത്ത ഒരു ട്യൂബ് പോയി, അടുത്ത ഇനി ഒരു ട്യൂബേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ കറക്റ്റ് ഓവുലേഷനും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇനി ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ സമ്മതിക്കാറ്. സോറി ശൈല. എക്ടോപിക് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്യൂബൽ റപ്ചർ. മിക്കവാറും അറിഞ്ഞില്ലെങ്കിൽ അത് ടോട്ടൽ പെരിറ്റണൈറ്റിസ് ആകും, പെൽവിക് ഇൻഫ്ലമേഷൻ ആകും, ഒരു ലൈഫ് ത്രെട്ടനിങ് ഹെമറേജ് വരാം. അതുകൊണ്ട് നമ്മൾ ഒരു ഏർലി പ്രഗ്നൻസിയിൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി എക്ടോപിക് അല്ലാന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന കംപ്ലൈന്റ് നിയോപ്ലാസ്റ്റിക് കണ്ടീഷൻ, ക്യാൻസറസ് കണ്ടീഷൻ. അത് പ്രൈമറി ഫലോപ്പിയൻ ട്യൂബ് കാർസിനോമ. കാർസിനോമ ആയിട്ടുള്ള സിംറ്റംസ് എല്ലാം വരും. വജൈനൽ ബ്ലീഡിങ്, പെൽവിക് പെയിന്, അഡിനക്സൽ മാസ്, ഇതെല്ലാം നമുക്കത് റൂൾ ഔട്ട് ചെയ്യണം. പിന്നെ യൂഷ്വലി സീറസ് കാർസിനോമയാണ് വരിക. ഇനി പാരാ ട്യൂബ്, ഇത് ബിനൈൻ ട്യൂമേഴ്സും കൂടെ വരാറുണ്ട്. കാർസിനോമ മാത്രമല്ല, ബിനൈൻ ട്യൂമേഴ്സ് വരാറുണ്ട്. അതിന് സിംറ്റംസ് കാണില്ല. നമ്മളൊരു ഇൻസിഡന്റലി നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ ബിനൈൻ ട്യൂമേഴ്സ് കാണും. അതുപോലെ തന്നെ ഈ ഓവേറിയൻ ബ്രോഡ് ലിഗമെന്റിലും നമുക്ക് ഫൈബ്രോയിഡും ഗ്രോത്തും ഒക്കെ വരാറുണ്ട്. അതിനൊക്കെ ഈ സിംറ്റമാറ്റിക് ആയിരിക്കും. സിംറ്റംസ് ചെയ്യുന്ന അത് കാണില്ല. നമ്മൾ ഇൻസിഡന്റലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇത് കാണും. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ, ട്യൂബൽ ബ്ലോക്ക് ഒക്കെ വരെ നമുക്ക് അൾട്രാസൗണ്ടിന് മോഡേൺ ആയിട്ടുള്ള എല്ലാ ട്യൂബൽ പേറ്റൻസി അറിയാനുള്ളതും ലാപ്രോസ്കോപ്പ് അൾട്രാസൗണ്ട് ചെയ്യാം, ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ചെയ്യാം, സൾഫിൻജിയോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ട് അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ലാപ്രോസ്കോപ്പി നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരും, ലാപ്രോസ്കോപ്പി ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്യണം. നമുക്കൊരു ട്യൂബ് ബ്ലോക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ആണ്. അപ്പോൾ ചില ബ്ലോക്ക് ഒക്കെ അതോടുകൂടി തന്നെ ചിലപ്പോൾ ഹിസ്റ്റോസൾഫിൻജിയോഗ്രാം ചെയ്യുമ്പോഴും ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ബ്ലോക്ക് മാറാറുണ്ട്. പിന്നെ ഇത് ട്യൂബൽ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോഴും അത് ആ ബ്ലോക്ക് മാറ്റാറുണ്ട്. CA-125 if malignancy is suspected. ഇതൊക്കെ ഈ ടെസ്റ്റ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞു ചെയ്യിക്കേണ്ടതാണ്. നമ്മൾ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട്. അതിലും മുമ്പായിട്ട് ഇവരോട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം, ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ പറ്റും. സ്ട്രെച്ചിങ് എക്സസൈസസ് വെരി എഫക്റ്റീവ് ഫോർ ട്യൂബൽ ബ്ലോക്ക്. ചെറിയ ബ്ലോക്ക്, ഇന്റേണൽ ബ്ലോക്ക് അല്ല. ഇന്റേണൽ ബ്ലോക്കിന് ട്യൂബിന്റെ ഇൻസൈഡിലുള്ള സ്കാർ ടിഷ്യൂ ബ്ലോക്ക് നമുക്ക് മരുന്ന്. എക്സ്റ്റേണൽ ബ്ലോക്ക്, എൻഡോമെട്രിയോസിസ്, ഇൻഫ്ലമേഷൻ, ഇതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട്
സ്ട്രെച്ചിങ് എക്സസൈസ് വെരി 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 എഫക്റ്റീവ്. പിന്നെ എനർജി എക്സസൈസ്, യോഗ ഓൾസോ വെരി വെരി എഫക്റ്റീവ്. നമുക്കത് നിർബന്ധമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നമുക്ക് ഈ നമ്മുടെ പെൽവിക് സർക്കുലേഷൻ കൂടാനുള്ള സ്വിസ് ബാത്ത്, അത് കോമൺ ആയിട്ട് നമ്മൾ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ് വരുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഹെൽത്തി ഡയറ്റ്, നമ്മൾ സ്പ്രൗട്ട്, പ്രോട്ടീൻ ഡയറ്റ്, ഹെൽത്തി ആയിട്ടുള്ള. ആദ്യം ഫിസിക്കൽ ഹെൽത്ത് കറക്റ്റ് ആക്കണം. മെന്റൽ ഹെൽത്ത്, കൗൺസിലിങ്, മെന്റൽ ഹെൽത്ത്. നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ എല്ലാം ബേസ്ഡ് മെന്റൽ സിംറ്റംസ് ഉണ്ട്, നമ്മുടെ ടെൻഷനും ഇതെല്ലാം വെച്ചിട്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. എക്സസൈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ എഫക്റ്റീവ് ആണ്. ഞാൻ 42 years എല്ലാം എൻ്റെ ആ പ്രഗ്നൻസി കിട്ടിയത് അവർ നല്ല ഒത്തിരി എക്സസൈസും ചെയ്ത് ഒരു വെയിറ്റ് റെഡ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി അവർ കേട്ടു എന്നുള്ളതാണ്. ആ ഒരു ഇമ്പോസിബിൾ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എല്ലാം പോസിബിൾ ആക്കാം നമ്മൾ വിചാരിച്ചാൽ, അല്ലേ? അപ്പോൾ അത് നോക്കണം. ഇനി നമുക്ക് മെഡിസിൻസിന്റെ കാര്യം. മെഡിസിൻസ് പറയുമ്പോൾ നമുക്ക് ഈ HST സർജിക്കൽ, ഇത് മെഡിസിൻസ് എപ്പോഴും പറയാ, നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ്, കോൺസ്റ്റിറ്റ്യൂഷനിലാണല്ലോ നമ്മളെപ്പോഴും കൊടുക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടിയാൽ ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് റീസൺ വൈസ് നമുക്ക് കൊടുക്കാം. ഇതുപോലെ ട്യൂബർകുലോസിസ് പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടുക്കാം. ട്യൂബൽ അഫെക്ഷൻ ഇൻ ഹോമിയോപ്പതി മെഡിസിൻസ് ആർ ഓഫൺ അപ്രോച്ച് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ്. ഇനി ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എപ്പിസ്. നമുക്ക് എപ്പിസിന്റെ ബാക്കി ഇൻഫ്ലമേറ്ററി സിംറ്റംസും സ്വെല്ലിങ്ങും പിന്നെ മെന്റൽ സിംറ്റം എല്ലാം വെച്ചിട്ട് എപ്പിസിന് നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് ഓവറിക്ക് ഇൻഫെക്ഷൻ വന്നാലും ട്യൂബിലേക്കും കൂടെ അതിന്റെ ഇൻഫെക്ഷൻ വരാമല്ലോ. അപ്പൊ നമുക്ക് റൈറ്റ് സൈഡ് ഓവറിൽ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പിസ് വളരെ, അതിന്റെ കൂടെ യൂറിനറി ഇൻഫെക്ഷനും ബാക്കി ഇൻഫെക്ഷനും കൂടെ എല്ലാം നോക്കിയിട്ട് നമുക്ക് എപ്പിസ് നല്ല ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് മെഡോർണത്തിന് PID-യിൽ വളരെ ആക്ഷനുള്ള മെഡിസിനാണ്. ട്യൂബൽ ഡാമേജ് ഫ്രം ഗുണോകോക്കം, മെഡോർണ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ മെഡോർണ. ഇനി വേറെ എന്തെങ്കിലും റീസൺ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടു ഹെൽപ്പ് മറ്റുള്ളവരും എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഞാൻ റീസൺ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ? ഫലോപ്പിയൻ ട്യൂബിന്റെ മെഡിസിൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? ഇനി മെഡോർണം, തൂജ നമുക്ക് എപ്പോഴും അറിയാമല്ലോ. ഒരു സപ്രസ്ഡ് ഗോണോറിയ എവിടെ ബ്ലോക്ക് ഉണ്ടോ, നമ്മളെ ബാലേന്ദ്രൻ ഡോക്ടറുടെ തൂജപ്പതി പറഞ്ഞാണ്. തൂജ എല്ലാവരുടെയും പറ്റുന്നതാണ്. തൂജ നമുക്ക് എപ്പോഴും ഹൈപ്പോട്ടൻസി തുടങ്ങി ലോ പൊട്ടൻസി വരെ നമുക്ക് തൂജ കൊടുക്കാം. എവിടെയുള്ള ബ്ലോക്കിന് അത് വളരെ സഹായിക്കും. ഇനി പൈറോജൻ നമുക്ക് ഈ ട്യൂബോ ഓവേറിയൻ മാസും ആബ്സസും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പൈറോജന് നല്ല ആക്ഷൻ, ഫീവറും ഇതെല്ലാം പൈറോജന്റെ പ്രത്യേകതകൾ അറിയാമല്ലോ. അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൽക്കേരിയ കാർബോ, സെപ്പിയ, പൾസാറ്റില് ബേസ്ഡ് ഓൺ ഹോർമോണൽ കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് നമുക്ക് കൊടുക്കും. മയസ്മാറ്റിക് ഡ്രഗ്സ് ഒക്കെ കൊടുക്കും. ഒരു അക്യൂട്ട് സാൽഫിൻജൈറ്റിസ് ഒക്കെ വരുമ്പോൾ നമുക്ക് പനി ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ അക്യൂട്ട് ബെല്ല്, ബ്രൈ, ജൽസീമിയം അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരു സിന്തറ്റിക് പ്രിപ്പറേറ്ററിയിൽ ഹൈഡ്രോസാൽഫിൻസിന്റെ ഒറ്റ മെഡിസിനേ ഉള്ളൂ, ജൽസീമിയം. ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഹൈഡ്രോസാൽഫിൻസ് സിന്തസിസിൽ ഒരേ മെഡിസിൻ മാത്രമേ ഉള്ളൂ, ജൽസീമിയം. പിന്നെ റെമഡീസ് അക്കണൈറ്റ്, ബ്രൈ, സിറസ് ഫ്ലൂയിഡ് ആണെങ്കിൽ സിറസ് ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യാൻ
ബ്രൈ നല്ലതല്ലേ, ബ്രൈ കൊടുക്കാം. ബേണിംഗ് പെയിൻ ഉള്ളപ്പോൾ എപ്പിസ്, അക്കമൗറ്റ്, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാം. ലാക്ടേസിസ്, ഇൻടോളറൻസ് ഓഫ് ഹീറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ലാക്ടേസിസ് നമുക്ക് കൊടുക്കാം. പിന്നെ പസ് ഫോർമേഷൻ വരുമ്പോൾ ഒഫൻസീവ് ഡിസ്ചാർജ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാവുന്നത് മെർക്സോളാണ്. മെർക്സോള് കൊടുക്കാം. മെർക്സോളിന്റെ പ്രത്യേകതയായിട്ടുള്ള പെർസ്പിറേഷനും ഒഫൻസീവ് ഡിസ്ചാർജും ലൈറ്റ് ആക്ടിവേഷനും ഒക്കെ വരുന്നത് നമുക്ക് മെർക്സോള്. പൈറോജൻ സെപ്റ്റിക് കണ്ടീഷൻ, ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് വന്ന സെപ്റ്റിക് കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് പൈറോജൻ വരും. ഹെപ്പാർസൾഫം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ. ഇപ്പോ ഹെപ്പാർസൾഫം ക്രോണിക് സാൽഫിൻജൈറ്റിസിന് സൈലീഷ്യ, റിക്കറന്റ് ഇൻഫെക്ഷനും സപ്പറേഷനും ഉള്ളപ്പോൾ ഒരു ഫിസ്റ്റുല ഫോർമേഷനും ഒക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ് സൈലീഷ്യ. സെപ്പിയ, പിന്നെ തയോസിയാമിനും വളരെ നല്ലതാണ്. മയസ്മാറ്റിക് വരുമ്പോൾ ഒരു സോറിക് കണ്ടീഷൻ, റിക്കറന്റ് ഇൻഫെക്ഷനും സോറിക് കണ്ടീഷൻ, അതിൽ നമുക്ക് സൈലീഷ്യ, സെപ്പിയാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് സോറിക് കണ്ടീഷൻ. സൈക്കോട്ടിക് വരുമ്പോൾ നമുക്ക് തൂജ, മെഡോർ. ഇനി സിഫിലിറ്റിക് വരുമ്പോൾ ഡിസ്ട്രക്ഷൻ ആണല്ലോ, അപ്പം മെർക്സോള്, ഹെപ്പാർസൾഫ്, ലക്ടേസിസ്, അങ്ങനെയാണ് മെഡിസിൻ ഒരു മയാസ്മാറ്റിക് ആയിട്ടുള്ളത്. മ്യൂറക്സും വളരെ ക്രോണിക് ട്യൂബൽ ഇൻഫെക്ഷന് മ്യൂറക്സ് വളരെ നല്ലതാണ്. മ്യൂറക്സിന്റെ പ്രത്യേകത ഇന്റൻസ് സെക്ഷൽ ഡിസയറും യൂട്രൈൻ പ്രൊലാപ്സും കൂടെ വരും മ്യൂറക്സ്. ഇനി പലാഡിയം വരും, ക്രോണിക് ട്യൂബൽ അഡിഷൻ വിത്ത് ഓവറി, റൈറ്റ് സൈഡ് ഓവറിക്ക് ഇൻഫെക്ഷൻ കൂടെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പലാഡിയത്തിന്റെ മെന്റൽ സിൻഡ്രോം കൂടെ കുത്തിയാൽ പലാഡിയത്തിന് നല്ല ആക്ഷൻ. പിന്നെ വരുന്നത് നമുക്ക് സെനീഷ്യ, കെറ്റാറൽ ഇൻഫെക്ഷനും ക്രോണിക് പെൽവിക് പെയിനും പ്രീമെൻസ്ട്രൽ കണ്ടീഷനും വരുമ്പോൾ സെനീഷ്യക്ക് നല്ല. ട്യൂബൽ ബ്ലോക്കിന് ഞാൻ മെയിൻ ആയിട്ട് കൊടുക്കണ മെഡിസിൻ തയോസിയാമിനും 3X പൗഡറും യൂപിയോണുമാണ്. യൂപിയോണിന് ഒരു പ്രത്യേകത സിവിയർ ബാക്ക് പെയിൻ ഉണ്ടാവും, പിന്നെ കൊറോഡിക് യൂക്കോറിയ കാണും. യൂപിയോണിന് നല്ല ആക്ഷനാണ്. യൂപിയോണും തയോസിയാമിനും തൂജയും വരുമ്പോൾ നമുക്ക് ഒരുവിധം ബ്ലോക്കെല്ലാം മാറിക്കും. ക്രിയോസോട്ടിനാണെങ്കിൽ സിവിയർ പെൽവിക് ഇൻഫെക്ഷൻ ഉണ്ടാകും, ഒഫൻസീവ് വജൈനൽ ഡിസ്ചാർജ്, ബേണിംഗ് ഡിസ്ചാർജ്, ഇതെല്ലാം. ഞാൻ ഇത്രയും മെഡിസിൻ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എഴുതാത്ത മെഡിസിൻ പറഞ്ഞ ഗ്രാഫൈറ്റിസ്, ഓൾഡ് ബോണ്ട്, ഓൾഡ് സ്കാർ ഒക്കെ ഇത് ചെയ്യാനായിട്ട് ഗ്രാഫൈറ്റിസ് കൊടുക്കണം. ഗ്രാഫൈറ്റിസ്, കോസ്റ്റിക്കം, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ പറയട്ടെ മെഡിസിൻ. രമയുണ്ടോ? കണ്ടില്ല. മാഡം കാണുന്നില്ലേ? ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ട്. കാണുന്നില്ലേ? ആ, അപ്പുറം ഉണ്ട്, എന്റെ അപ്പുറം. ഇനി എല്ലാവരും കൂടെ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാം എല്ലാവരും. മാഡം ഫ്രണ്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്പാടി മാഡത്തിന് ഭയങ്കര സംസാരിക്കാം. മഴയാണ്, ഭയങ്കര മഴ. ഓക്കെ, എല്ലായിടവും ഉണ്ട് മഴ, ഇവിടെയൊക്കെ ഉണ്ട് മഴ. നെറ്റ് വളരെ പ്രശ്നമാണ്. അതിനാലെ ഫോൺ കൈ പിടിച്ചേക്കുക. ശാന്ത എന്താ നല്ലായിരുന്നു ശാന്തെ, നല്ല അസ്ത്രമായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. പിന്നെ ശാന്ത എന്താ യൂപിയോനെ പറ്റി പറയാഞ്ഞെന്ന് വിചാരിച്ചത്, ഈ യൂപിയോണും ക്രിയോസോട്ടും ഫീമെയിൽ റെമഡീസ് ആണ്. അത് രണ്ടും ഈ ബൂട്ടാറ് ഇത് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്ത് കിട്ടുന്നതാണ്. അതായത് ഇത് ബൂട്ടാറ് ഡിസ്റ്റിൽ ചെയ്യും, അത് അതിനേതാവൂലേ, എന്താ പറയണേ, അതിനെന്താ പറയണത്, ഡിസ്റ്റിലേഷൻ എന്ന് പറയില്ലേ, എന്താ ഈ ചാരായം വാറ്റുന്നത്, വാറ്റിയെടുക്കുന്നതാ. അങ്ങനെ കിട്ടുമ്പോഴേ രണ്ട് ഓയിൽ വരും. ഒന്ന് വോളറ്റൈൽ ഓയിലാണ്, അതായത് ഒന്ന് ഹാർഡായിരിക്കും, ഒന്ന് തിന്നായിരിക്കും. ആ ഹാർഡായിട്ടുള്ള ഇത് ആണ് ക്രിയോസോട്ട്.
മറ്റേത് യൂപ്പിയോൺ. ഈ യൂപ്പിയോണിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിവിയർ ബാക്ക് ഏക്ക് ആയിരിക്കും. ബാക്ക് ഏക്ക് മാറിക്കഴിഞ്ഞാൽ ഗഷിങ് ലൂക്കോറിയ, അതും യെല്ലോ കളർ ലൂക്കോറിയ. ക്ലിയോസോട്ടിനും അതുപോലെ ഉണ്ട്. ക്ലിയോസോട്ടിന്റെയും ലൂക്കോറിയ യെല്ലോ ആയിരിക്കും, സ്മെല്ലുണ്ടാവും. പക്ഷെ ക്ലിയോസോട്ടിന് ഇങ്ങനെ ബാക്ക് ഏക്ക് ഉണ്ടാവില്ല. ഇതിന് സിവിയർ ബാക്ക് ഏക്ക് ആയിരിക്കും. ബാക്ക് ഏക്ക് ഉള്ളപ്പോൾ ലുക്കോറിയൽ ഡിസ്ചാർജ് ഉണ്ടാവില്ല. ബാക്ക് ഏക്ക് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കോറിയൽ ഡിസ്ചാർജ് ആയിരിക്കും അത്. പിന്നെ ലാക്കസിസ് പറഞ്ഞു. ലാക്കസിസ് നമ്മൾ ശരിക്കും നമ്മൾ പറയുമ്പോൾ ലെഫ്റ്റ് സൈഡഡ് റെമഡിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ സാൽവെഞ്ചൈറ്റിസ് നോക്കുമ്പോൾ റൈറ്റ് ഓവറിയും റൈറ്റ് ട്യൂബും ആയിരിക്കും മോർ അഫക്റ്റഡ്. അതൊരു പ്രത്യേക സിംറ്റം. നമുക്ക് അതിന് ലാക്കസിസ് വളരെ ഇൻഡിക്കേറ്റർ ആയിരിക്കും. പിന്നെ സെലേനിയം, ട്രിറ്റിക്കം, അതിനൊക്കെ യൂറിനറി കംപ്ലൈൻറ്റും കൂടി ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ ട്രിറ്റിക്കം ഒക്കെ നല്ല മെഡിസിനാണ്. പിന്നെ ഏത് മെഡിസിൻ ഞാൻ കൊടുക്കുകയാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും എന്ത് മെഡിസിൻ കൊടുക്കുകയാണെങ്കിലും ഞങ്ങൾ തയോസിനാമിനം അടുപ്പിച്ച് മാസങ്ങളോളം കൊടുക്കും. 3x, അതും 3x ഫ്രക്ചറേഷനേ കൊടുക്കുള്ളൂ. 3x അത് TDS, BD അങ്ങനെ ഒരു 2 നേരം അല്ലെങ്കിൽ 3 നേരം കൊടുത്ത് അത് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും ഞങ്ങൾ. പിന്നെ പിന്നെ ഈ ഇത് വരില്ലേ, കാക്ടസ് പറഞ്ഞേരമേ. കാക്ടസ് പിന്നെ എവിടെ കൺസ്ട്രക്ഷൻ ഉണ്ടോ അവിടെ കാക്ടസിന് നല്ല ആക്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മെറ്റാസ്റ്റസിസ് വരും. ചിലപ്പോൾ മംസൊക്കെ വന്നിട്ട് മെറ്റാസ്റ്റസിസ് വരും. ഇങ്ങനെ ഇതിന് ട്യൂബിനൊക്കെ ഇൻഫ്ലമേഷൻ വരും. അപ്പൊ പരോട്ടൈഡിന് ഹയർ ഡോസ് കൊടുക്കും. അതേ ഉള്ളൂ ശാന്ത ഈ മംസിൽ മെറ്റാസ്റ്റസിസ് മാത്രമേ ശാന്ത കവർ ചെയ്യാതുള്ളൂ. ബാക്കിയെല്ലാം ശാന്ത പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ സാൽവെഞ്ചൈറ്റിസ് വരും. പിന്നെന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. എല്ലാം ശാന്ത പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനൊന്നും പറ്റത്തില്ല. മഴ കേൾക്കുന്നില്ല അവിടെ ഇരുന്നിട്ടേ. ഞാൻ അത് വേറെ റൂമിലേക്ക് വന്നതാണ്. ഫലോപ്പിയൻ ട്യൂബിനുള്ള ഉണ്ടാകാവുന്ന പ്രശ്നം. പിന്നെ മാഡം ഇഞ്ചുറി പറഞ്ഞായിരുന്നു. എന്തോ ഇഞ്ചുറി റീസൺ? ഇഞ്ചുറി ഹിസ്റ്ററി അല്ല, ഇഞ്ചുറി മുറിവ് വരുമല്ലോ. അത് പറഞ്ഞു DNC ചെയ്യുമ്പോഴും എക്ടോപിക് പ്രഗ്നൻസിയിലൊക്കെ ട്യൂബിന് അത് പറഞ്ഞു. ഇത് ട്യൂബിന് ഇത് വരാന്ന് പറഞ്ഞു. ഡാമേജ് വരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ ട്യൂബ്, ഈ റൗണ്ട് ട്യൂബ് എന്നുള്ള ഒരു ഇതില് കാക്ടസ് ഒക്കെ കൊടുക്കാം. കാക്ടസ് ആർണിക്കൊക്കെ കൊടുക്കാം. ആ സമയത്ത് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അവർക്ക് അറിയില്ലാന്ന് തോന്നുന്നു, 2 ട്യൂബും പോയി അവരുടെ. നമ്മൾ ആ റിസൾട്ട് ഡിസ്ചാർജ് സമ്മറി കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോ 2 ട്യൂബും ഡാമേജ് ആണ്. ഇല്ല, ട്യൂബ് ഇല്ല. അപ്പൊ 2 ട്യൂബും പോകാൻ എന്തെങ്കിലും കാരണം? ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായി. പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞ് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് പോയത്. ഞാൻ നോക്കുമ്പോ അതിൽ അവർ എഴുതിയിരിക്കുന്ന ഡാമേജ്ഡ് ബോത്ത് ട്യൂബ്സ് ഇല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അവര് എന്റെ പേഷ്യന്റ് വിളിച്ചോണ്ട് വന്ന് എന്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് ആവും. ഞാൻ പറഞ്ഞ് ആവൂല, നമ്മൾ എന്ത് ചെയ്താലും ആവൂല, നിങ്ങൾ IVF ചെയ്യാൻ പറഞ്ഞു. അവരത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനി ഒരു IVFന് ശ്രമിക്കാം. IVF ചെയ്താൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഓവറിക്ക് എന്ത് വന്നാലും അത് പെട്ടെന്ന് ഈ ട്യൂബിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സാൽപിഞ്ചോഫ്രൈറ്റിസ് നമ്മൾ പറയില്ലേ പൊതുവെ, അത് ഇതാ കാര്യം. ഓവറിയോട് അഡ്ജസ്റ്റന്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓവറിക്ക് അതുപോലെ തന്നെ പെൽവിക്, ശാന്ത പറഞ്ഞു, അത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ത് വന്നാലും ഈ ട്യൂബിനെ അത് ഫ്രീ ആയിട്ടിരിക്കുക. ആ ട്യൂബ്, ഫെലോപ്പിയൻ ട്യൂബ് ഫ്രീ ആയിട്ടായിരിക്കുന്നത്.
അപ്പൊ അതിന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരുമ്പോൾ അപ്പൊ നമ്മൾ പൈറോജൻ, ഇപ്പൊ ശാന്ത പറഞ്ഞ പോലെ പൈറോജൻ, ബെല്ലാനിക്കൊക്കെ കൊടുക്കണം. എന്നാലേ അത് മാറുള്ളൂ. ബാക്കി എല്ലാം ആൾമോസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു ശാന്ത. ഒത്തിരി വിശദമായിട്ട് പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നല്ല അതെ. സാവധാനം, സ്പീഡൊന്നും ഇല്ലാതെ പെതുക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മറ്റേ എന്താണ് 3 തരം മറ്റേ സാൽപിഞ്ചൈറ്റിസിന്റെ 3 ഹൈഡ്രോസാൽഫിങ്സ്, ബയോസാൽഫിങ്സ്, അത് 3 ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാം നല്ല ഇരുത്തം വന്ന രീതിയിൽ എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു. നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ അതുപോലെ ഇനി ഡോക്ടേഴ്സിന് എന്തെങ്കിലും സംശയങ്ങളോ അമ്പാടിയുമോ പലതും ഓർത്തെടുക്കുമ്പോഴേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ ചോദിക്കാം. ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. ഇപ്പോഴാകുമ്പോ സമയമുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ നമ്മുടെ അടുത്തൊക്കെ പേഷ്യന്റ് വരുമ്പോൾ അത് ഒരു DNC ചെയ്തിട്ടുണ്ടാവും. ഒരു ഗൈനക്കിന്റെ അടുത്ത് പോയി കുറച്ച് ഫോളിക് ആസിഡ് കഴിച്ചിട്ടുണ്ടാവും, കുറച്ച് മരുന്നൊക്കെ കഴിച്ചു, എന്നിട്ട് ആ ഒരു റിപ്പോർട്ടുമായിട്ടാണ് വരും. പക്ഷെ ഇന്നിപ്പോ ഒരു പേഷ്യന്റ് വരുവാണെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന് പോകാൻ ഒരു ഗൈനക്കിനെ കാണിക്കാതെയാണെങ്കിൽ ഒരു പേഷ്യന്റ് വരുമ്പോ അവര് ഗൂഗിളിൽ നോക്കിയിട്ട് ഉള്ള ഹോർമോൺ ടെസ്റ്റ് എല്ലാം ചെയ്യും, അൾട്രാസൗണ്ടും ചെയ്യും, സെമൻ അനാലിസിസും ചെയ്യും. ഇതെല്ലാം ചെയ്തിട്ട് ആ റിപ്പോർട്ട് കൊടുക്കും. അതെ, ഇപ്പൊ എനിക്ക് അനുഭവം. ഇതായിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കും ഗൈനക്കിനെ ആരെയും കണ്ടില്ല. അല്ല, ഈ ടെസ്റ്റുകളൊക്കെ അല്ലേ പറയണം. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് ഡോക്ടർമാരെക്കാട്ടി വലിയ ഡോക്ടർമാരാണ് ഇപ്പോഴത്തെ പേഷ്യൻസ്. ഞാൻ പറഞ്ഞു ഗൂഗിൾ ഡോക്ടറൊക്കെ തന്നെ കൺസൾട്ട് ചെയ്യുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എല്ലാം ചെയ്തിട്ടുള്ളൂ. നമ്മളുടെ ബിഗിനിങ് ടൈമിൽ ഇത്ര അഡ്വാൻസ്ഡ് ടെസ്റ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് മിനിമം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോ ഈ ട്യൂബൽ ബ്ലോക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളിതൊന്നും അറിയാതെ തന്നെ തൂജ കൊടുക്കുവാണ്. അപ്പൊ അവിടെ ബ്ലോക്ക് മാറും. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മുടെ അടുക്ക മെഡിസിൻ വാങ്ങിച്ചിട്ട് പോയി ചിലപ്പോ പറയും ഡോക്ടർ മരുന്ന് കഴിച്ചോണ്ട് ചിലപ്പോ ആയില്ല, പിന്നെ മരുന്നൊക്കെ നിർത്തി കഴിഞ്ഞപ്പോ ആയിരുന്നു പറയും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് മയസ്മാറ്റിക് ഡ്രഗ്സ് ആണ്. ശരിക്കും ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീങ്സിനല്ല, ജീവനുള്ള എല്ലാവർക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ഹനുമാന്റെ അതൊരു ശരിക്കൊരു വരദാനമാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പോ അലോപ്പതിയിലോ ആയുർവേദത്തിലോ നമ്മൾ ആ ഒരു സിംറ്റമാറ്റിക് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് അല്ലല്ലോ നമ്മുടെ. ആ മൈൻഡും ഫിസിക്കും എല്ലാം കൂടെ നോക്കി ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തീർച്ചയായിട്ടും ഹനുമാന്റെ ഒരു വരദാനമാണ് ഹ്യൂമൻ ബീങ് ആസ് വെൽ ആസ് എല്ലാവർക്കും. അപ്പോ നമ്മളവർക്ക് ചോദിക്കില്ലേ, ഇപ്പൊ കൽക്കേരിയക്കാർ തന്നെ നമ്മള് ഇപ്പൊ ബെൽറോണ എടുത്തു, ബെൽറോണ പനിക്കും കൊടുക്കും, ഇൻഫ്ലമേറ്ററി പെയിനും കൊടുക്കും, എല്ലാം കൊടുക്കും. അപ്പൊ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോ അവരിതെന്താണ് ആ മരുന്ന് തന്നെയല്ലേ എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും കുറച്ചറിയാവുന്നവർക്ക്. പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു വിടുവോ അവരെ? പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു വിടാറുണ്ടോ? പ്രിസ്ക്രിപ്ഷനോ? അല്ല, ചിലപ്പോ നമ്മള് ഇപ്പൊ ഞാനിവിടെ ഉണ്ട്, ആലുവയിലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മള് പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് വാട്സാപ്പിൽ ഇട്ട് കൊടുക്കും. അവിടെ അടുത്തൊന്ന് മേടിക്കാൻ ദൂരെയുള്ളവർക്ക് അയച്ചു കൊടുക്കാനുള്ള സമയമില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴേ അങ്ങനെ കൊടുക്കാറുണ്ട്. അത് ചിലപ്പോ വലിയ പ്രശ്നമായിട്ട് വരും. അതാണ് പ്രശ്നം. അത് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണേ കുഴപ്പമില്ല. അത് നമ്മൾ എന്താണ് എഴുതി കൊടുക്കണം അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അറിയാത്തവരാണ്. ഇത്രയൊക്കെയാണ്. ഇതിപ്പോ നമ്മള് അഡിഷന്റെ മെഡിസിന്, എൻഡോമെട്രിയോസിന്റെ മെഡിസിന് എല്ലാം ഈ ഫലോപ്പിയൻ ട്യൂബ് ഡിസീസിനും വരും, ഓവറൈറ്റിസിനും വരും, ഓവറി ഇൻഫെക്ഷനും വരും. ഇംഗ്ലീഷില് പ്രസന്റ് ചെയ്ത ഡോക്ടർ നല്ല സൂപ്പർ ആയിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഒരുപാട് കേസുകളും മെഡിസിനുകളും അല്ല, ഒരുപാട് എന്താണ് കേസുകളല്ല, ഒരുപാട് ഡയഗ്നോസിസ്, വരാവുന്ന പ്രോബ്ലംസ്, ഒരുപാട് കാര്യങ്ങൾ.
വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പറഞ്ഞു. അപ്പൊ നമുക്ക് മൊഫസൽ പിന്നെ ഇനി ഈ ആർക്കും എപ്പോഴും സർവൈക്കൽ സ്റ്റെനോസിസ് ആർക്കെങ്കിലും അനുഭവങ്ങൾ പറഞ്ഞ് കേൾക്കാനായിട്ട് നമ്മളും തയ്യാറാണ്. ട്യൂബിനകത്ത് പോളിപ്പസ് വരാം, ഗ്രോത്ത് സോഫ്റ്റ് ടിഷ്യൂ വരാം. അത് സ്മോൾ ഗ്രോത്ത് protrude into the tube, obstructing the passage of egg or sperm. Polypus due to inflammation or prior surgery. Polypus പോലെ വരാം ട്യൂബിനകത്ത്. ഹരിയും ശ്രീധരക്കുറിപ്പൊന്നും ഇല്ലേ? എന്തെങ്കിലുമൊക്കെ പറയാം. ശ്രീധരക്കുറുപ്പ് സാറില്ല, ഹരിഹരൻ ഡോക്ടർ ഉണ്ട്. ഹരിഹരൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹരിഹരൻ ഡോക്ടർ ഉണ്ടോ? അതുണ്ട്. ആ, ഒന്നും പറയാനില്ല. നമസ്തേ ഡോക്ടറെ. നമസ്തേ നമസ്കാരം. ഡോക്ടറെ, നമസ്തേ. ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. പറയാനില്ലേ? അതെന്ത് പറ്റി? കുറച്ച് നല്ലത് പറയാനി. നല്ലതും അല്ല, ഞാൻ പറയാം, ഒന്നും അഡീഷൻ ചെയ്യാനില്ലെന്ന് പറയാം. കൽക്കേരിയ ഫ്ലൂറും കൂടെ ഉണ്ട് കേട്ടോ. കൽക്കേരിയ ഫ്ലൂർ മറന്നുപോയത്. കൽക്കേരിയ ഫ്ലൂർ ഡോക്ടറെ എന്തെങ്കിലും ഡോക്ടറെ കോൺട്രിബ്യൂഷൻ പറയൂ ഡോക്ടറെ. അതെ, എന്തെങ്കിലും പറഞ്ഞ ഇത്തിരി ഓക്സിറ്റോസിൻ കൂടും ശാന്തയ്ക്ക്. പറയാനില്ല ഡോക്ടറെ. ഷീസ് ദ സുപ്രീം ഇൻഫർമേറ്റീവ് ഫ്രം ഹെർ. ദാറ്റ് ഈസ് എന്താ ഈ പറയത്തില്ലേ, വരദാനം, ഈശ്വരന്റെ വരദാനം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഡോക്ടർക്ക് ഈ ഇതിനെ കുറിച്ച്, ഈ ഗൈനക്കോളജിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന അറിവ്. അത് ഡോക്ടർ എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുമല്ലേ. അതൊരു വലിയ എന്താ ഗിഫ്റ്റാണ്. എന്നെപ്പോലുള്ളവർക്കൊക്കെ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട് ഡോക്ടറുടെ. ഹരിഹരൻ ഡോക്ടർ പറയുന്നത് സുപ്രീം കോടതിയോട് ഹൈക്കോടതിക്ക് എന്ത് പറയാനാണ്? അതെ, സുപ്രീം കോടതിയോട് ഹൈക്കോടതി അങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിവാക്കല്ലേ നമ്മളാ. അപ്പൊ അതിനൊക്കെയുള്ള ഇതൊന്നും ഇല്ല. ഗൈനക്കോളജിയിലെ ഡോക്ടർക്ക് നല്ല അറിവാണ്. പിന്നെ മനുഷ്യ സഹജമായിട്ട് ഉള്ള ചില ഇതൊക്കെ അല്ലേ ഉള്ളൂ. അതെല്ലാം ഈശ്വരൻ തന്നെ റെക്ടിഫൈ ചെയ്ത് കൊടുക്കും. അതൊരു ഭാഗ്യം, ഒരുപാട് ഭാഗ്യം. അതങ്ങനെ ആ ഒരു മേഖലയില് അറിയാതെ തന്നെ അതിൽ വന്നുപെടുകയും പിന്നെ അതിലങ്ങ് എന്താണ് കേസുകൾ ഒരുപാട് വരികയും ആ മേഖലയിൽ തന്നെ കഴിവ് തെളിയിക്കാനുള്ള അവസരം. ഇതൊക്കെ ഒരു നിയോഗമാണ്, ദൈവത്തിന്റെ നിയോഗം. അതൊരു നിയോഗമാണ്. ഞാന് ഇത് ഒരു ഡോക്ടറെ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്ത് കണ്ടിട്ട് വേറെ ഒരു ഡോക്ടർ അതുപോലെ ചെയ്യാൻ നോക്കിയാൽ ഫലിക്കത്തില്ല. ഇതെല്ലാം ഒരു വിസ്ഡമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ വേറെ ഒരു ഡോക്ടർ ചെയ്യാൻ നോക്കിയാൽ അത് ഫലിക്കത്തില്ല. അതുപോലെ തന്നെ ഡോക്ടറുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് എന്റെ മേശപ്പുറത്തുണ്ട്. ഞാൻ അത് നോക്കിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. ആണോ ഡോക്ടറെ? അത് ഈ മറ്റേ ഇവരുടെ വെബിനാർ ഉണ്ടല്ലോ, ആരുടെ, ദേവന്റെ ഒക്കെ പബ്ലിക് ഹെൽത്ത് വെബിനാർ. ഇന്ന് ഭാഗ്യലക്ഷ്മിയുടെ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഈ പുസ്തകത്തിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞോടുകൂടി എന്തൊരു ഡിമാൻഡ് ആ പുസ്തകത്തിന്. ഇപ്പൊ 100 പേരോളം എൻ്റെ ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുക. അതേസമയം ഞാൻ പറഞ്ഞു, എൻ്റെ ഒക്കെ ഇതില് 50 എണ്ണം ഉണ്ട് മിച്ചം വന്നിരിക്കുന്നത്, അത് ഞാൻ നിങ്ങൾക്ക് തരാം, എനിക്ക് വിലയൊന്നും തരേണ്ട, പക്ഷെ അതിന്റെ കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി, ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ മൊബൈല് മുഴുവൻ ഈ ഡോക്ടേഴ്സിന്റെ മെസ്സേജ് കിടക്കും. നല്ല ബുക്കാണ്. ഞാൻ എത്ര കാലം കൊണ്ട് എനിക്കൊരു സെമിനാറിന് പോയപ്പോ കിട്ടിയതായിരുന്നു അത്. അപ്പൊ ഞാനത് വെച്ച് ഞാൻ പിന്നെ ഡോക്ടറെടുക്കാൻ വന്ന് ഞാൻ മേടിച്ചില്ലേ.
മേടിച്ചു മോൾക്ക് മേടിച്ചു. കൊടുക്കാനായിട്ട് ഒരെണ്ണം മേടിച്ചോണ്ട് വന്നില്ലേ. അപ്പൊ അത് ഒരു വലിയ ഡോക്ടർമാര് വരെ മലബാർ ഏരിയയിലുള്ള ഒത്തിരി ഡോക്ടർമാര് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഞാൻ അധികമൊന്നും ഞാൻ ക്ലാസ് പോലും എടുത്തിട്ടില്ല. അല്ല, എവിടെ എടുക്കാറില്ലല്ലോ. IFPH ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തിട്ടില്ല, ഇവരുടെയൊക്കെ ക്ലാസ് എടുത്തിട്ടില്ല. പിന്നെ ചില കമന്റ്സ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം വരുമ്പോൾ ഞാൻ കമന്റ് ചെയ്യും. അതല്ലാതെ ഒരു നോട്ട്സ് ഉണ്ട് ഡോക്ടറെ. ഡോക്ടർ ഒരു ക്ലാസ് എടുത്തതിന്റെ ഒരു നോട്ട്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അതിൽ തന്നെ ഒരു കുറച്ച് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ IFPH ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് നിർത്താൻ കാര്യമുണ്ട് ഡോക്ടറെ. അത് നിർത്താൻ എന്ന് പറഞ്ഞത് ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും ഒരു ചുക്കും ചെയ്യാം. അതിന്റെ ഒരു ഫ്രാക്ഷൻ പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. മുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനത് പറഞ്ഞു വരുമ്പോൾ, ഞാൻ ആഴ്സനിക് ആൽബിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിന്റെ കൂട്ടത്തില് ചില്ലി മെഡിസിൻസ് ഒക്കെ പറയേണ്ടി വരും. ആഴ്സനിക് ആൽബ് പറയുമ്പോൾ കാൽക്കേരിയ കാർബിനെ കുറിച്ച് പറയണം. കാൽക്കേരിയ കാർബിനെ കുറിച്ച് പറയുമ്പോൾ സിലീഷ്യയെ കുറിച്ച് പറയണം. സിലീഷ്യയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ സൾഫറിനെ കുറിച്ച് പറയണം. അപ്പൊ അങ്ങനെ അതിങ്ങനെ തൊടുത്ത് പോകും. അപ്പൊ അത് എന്നാലും കുഴപ്പമില്ല. അത് ഏതെങ്കിലുമൊക്കെ ഫോട്ടോസ് ഉണ്ട്. ശൈല ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഡോക്ടർ. ഒരു കൽക്കേരിയ കാർബ് കുട്ടി, കൽക്കേരിയ കാർബ് ലേഡി. കൽക്കേരിയ കാർബ് ചൈൽഡ് ഉണ്ട്, കൽക്കേരിയ കാർബ് ലേഡി ഉണ്ട്, സൾഫറിന്റെ പിക്ചർ ഉണ്ട്, സൾഫർ ലേഡി ഉണ്ട്, ബരൈറ്റ കാർബ് പയ്യനുണ്ട്, പിന്നെ നക്സോമിക്ക എന്റെ ഇരിപ്പുണ്ട്. എന്തിനു പറയുന്നത്, പ്ലാറ്റിന ഇരിപ്പുണ്ടല്ലോ, പ്ലാറ്റിന, സെപ്പിയ. ഇതൊക്കെ എനിക്ക് കാണുമ്പോ അറിയാം ഡോക്ടറെ. കാണുമ്പോ അറിയാം. സ്വല്പം വർത്തമാനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷുവറാക്കും. ഓക്കെ. പണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഉള്ളവർക്ക് പുതിയ ആള് കൂടെ അറിവ് കിട്ടത്തൊക്കെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ക്ലാസ് വെക്കണം. ക്ലാസ് ഡോക്ടറെ അത് എടുക്കാൻ ഇതിനല്ല, അതിന് ഒരു ക്ലാസ് കൊണ്ടൊന്നും അത് തീരത്തില്ല ഡോക്ടറെ. ഒരു ക്ലാസ് കൊണ്ട് തീരണ്ട. ഒരു ക്ലാസ് കൊണ്ട് 2 3 ഇല്ല, അങ്ങനെ ശരിയാവത്തില്ല. ക്ലാസ്സിന് വേണ്ടി ക്ലാസ് പറ്റത്തില്ല. ക്ലാസ്സിന് വേണ്ടിയല്ല. ഇപ്പൊ നമുക്ക് ഒരു ദിവസം 2 എണ്ണം മതി. കാൽക്കേരി കാർബോ അല്ലെ സൈലീഷ്യ, 2 മെഡിസിൻ ഏതാണോ ഡോക്ടർക്ക് ഇഷ്ടം 2 മെഡിസിൻ സെലക്ട് ചെയ്യുക. അതിന്റെ ഏകദേശം ബന്ധമുള്ള 2 എണ്ണം പറഞ്ഞാൽ ഒന്ന് കമ്പയർ ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയാലോ. അങ്ങനെ ഒന്ന് ചെയ്താൽ കൊള്ളാം. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇനി ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും മെഡിസിൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാനേ. എന്തെങ്കിലും അഡീഷൻസ് അതെ ഒന്നും ചെയ്ത് പറഞ്ഞു. കൽക്കേരിയ കാർബ് ഞാൻ പറഞ്ഞു. അല്ല, കൽക്കേരിയ ഫ്ലൂർ. എനിക്ക് തോന്നണ ഈ തിക്നെസ് മാറ്റുന്ന ഹൈഡ്രോകോട്ടയിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഹൈഡ്രോകോട്ടയിൽ പറയുമ്പോൾ ഹൈഡ്രാസ്റ്റിസ്, അതിന്റെ ഡിസ്ചാർജ് ഇങ്ങനെ വജൈനൽ ഡിസ്ചാർജിന്റെ വെച്ചുകൊണ്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഹൈഡ്രോകോട്ടയിൽ ഹൈഡ്രാസ്റ്റിസ് തിക്നെസ് ഉണ്ടല്ലോ. പിന്നെ അനഗാലിസ് നല്ലതാണ്. അനഗാലിസ് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പാർട്സ് വരുമ്പോൾ നമ്മൾ അനഗാലിസ് പറയും. അസെറ്റിക് ആസിഡ് അല്ല, ഞാൻ കൊടുക്കുമോ? പിന്നെ ഇന്നിപ്പോ മറ്റേ ഡോക്ടറുടെ ക്ലാസ്സിൽ മെസീറിയം പറയുന്നുണ്ടായിരുന്നു സെർവിസൈറ്റിസിന്. അപ്പൊ മെസീറിയത്തിന്റെ തിക് സ്കാബ് അല്ലേ പറഞ്ഞത് അല്ലെ? അപ്പൊ നമുക്ക് മെസീറിയം ഉപയോഗിക്കാൻ പറ്റും. ഇന്നിപ്പോ എനിക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് മെഡിസിൻ ഞാൻ കൊടുത്തിട്ടില്ല, ഇനി കൊടുത്തു നോക്കണം. സ്കിൻ കംപ്ലൈന്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇംഗ്ലീഷ് മാഡം എന്തോ പറഞ്ഞാലും അനഗാലിസിന്റെ വാട്സ് ഓൺ ഹാൻഡ്. അനഗാലിസ് നമ്മള് കയ്യിലൊക്കെ വാട്സ് ഒക്കെ വരുത്തുന്നു. കയ്യിൽ ഇങ്ങനെ ഈ സോപ്പ് അലർജി, ഒരു ലേഡി വരിക സോപ്പ് അലർജി ഒക്കെ പറഞ്ഞു. അപ്പൊ കയ്യിൽ ഇങ്ങനെ കൊച്ചു വാട്സ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പറയുന്നത് നമുക്ക് അനഗാലിസ്. അപ്പൊ അവർക്ക് യൂട്രൈൻ കംപ്ലൈന്റ്സ് ഉണ്ട്, എവിടെ അഡിഷൻസ് ഉണ്ട്, എൻഡോമെട്രിയോസിസ് ഉണ്ട്, നമുക്ക് അവർക്ക് അത് കൊടുക്കണം.
അങ്ങനെ ഒരു ഒരു അസോസിയേറ്റഡ് ഒരു സിംറ്റം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ. ഓക്കെ. 26. മറിയാം, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇനി ഉണ്ടോ? എന്തെങ്കിലും കേസിനെ കുറിച്ച് സംശയം? സംശയത്തിന്റെ ആള് പോയി. ട്യൂബിനെ നമ്മുടെ ഫ്ലോർ. വിളിക്കുകയേ വേണ്ട, മസ്റ്റായിട്ട് വരുമായിരുന്നു. അതെ അതെ. ആര്? ലതാ മനോഹരൻ ഡോക്ടർ. അതാ അവർ മരിച്ചുപോയി. അതെ. അവർക്ക് എപ്പോഴും സംശയമായിരുന്നു ഒത്തിരി കാര്യങ്ങളിൽ. എപ്പോഴും അതല്ല, അതൊരു സന്തോഷമാണ്. ക്ലാസ് എടുക്കുന്നവർക്ക് വളരെ സന്തോഷം. അത് എപ്പോഴും സംശയം അങ്ങനെ പറയണ്ട. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനോ നമ്മൾ നല്ലതാ. ഞാൻ അതിനെ ഒരു നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അത് വീഡിയോ ഓൺ ചെയ്ത് നല്ല ചിരിച്ച മുഖത്തോടെ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മളെ വിളിച്ച് പറയും. ചിരിച്ച മുഖം മാത്രമല്ല, എന്ത് എളിമയായിരുന്നു, എളിമ. അത് തന്നെ, പിറ്റേ ദിവസം നമ്മളെ വിളിച്ച് പറയും ആ ക്ലാസ്സിനെ പറ്റി. നമുക്ക് പറഞ്ഞു കൊടുക്കാനും തോന്നും. പിന്നെ നമ്മൾ വിട്ടുപോയാലും നമ്മൾ പിന്നെ വിളിച്ചത് പറഞ്ഞു കൊടുക്കാൻ തോന്നും നമുക്ക്. അതന്നെ, അതെ അല്ലേ? പിറ്റേ ദിവസം വിളിക്കും. എപ്പോഴെങ്കിലും നമുക്കത് കൊടുത്ത് പറഞ്ഞ് നമ്മൾ മെസ്സേജ് എങ്കിലും ഇട്ടില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധം. അത്രയും ഈഗറായിട്ടിരുന്ന് പേനയും ബുക്കുമായിട്ടിരുന്ന് നമ്മൾ പിന്നെ മറന്നിട്ട് ഉറങ്ങിപ്പോകും. ചില ക്ലാസ്സുകളിലൊക്കെ കേട്ടുകൊണ്ടിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. പക്ഷെ അതിങ്ങനെ ഇരിക്കണം, അതൊരു ഭയങ്കര സങ്കടമായി. ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണോ മരിച്ചത്? അറിയില്ല, കാർഡിയാക് പ്രോബ്ലം. സർജറി കഴിഞ്ഞു പറഞ്ഞു. ഹാർട്ട് സർജറി കഴിഞ്ഞതിന്റെ കോംപ്ലിക്കേഷൻ കൊണ്ടാണ് മരിച്ചത്. അധികം പ്രായമില്ലാന്ന് തോന്നുന്നു അല്ലേ? 65 വയസ്സല്ലേ? 69. എനിക്ക് തുടർച്ചയായിട്ട് മെസ്സേജ് അയക്കണം. കാരണം ലതാ മനോഹരത്തിന്റെ മക്കള് അവർ മദർ പാസ്റ്റ് അവേ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. ലതാ മനോഹരന്റെ ഫോട്ടോയും ഇട്ടിട്ട് എനിക്ക് എന്റെ വാട്സാപ്പിൽ എത്തിയിട്ടു. നല്ല സ്മൈലിംഗ് ഫേസ് ആയിരുന്നു. എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതില്. ഇങ്ങനെ ഇതായി പോയെന്നുണ്ട്, സങ്കടമായിപ്പോയി. അപ്പോ സമയം പോയത് അറിഞ്ഞില്ല. നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള, ഇന്നത്തെ മലയാളം സെഷൻ വിഭാഗം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. മറിയാമ്മ ഡോക്ടറെ, ഇന്നത്തെ നല്ലൊരു ക്ലാസ് എടുത്ത ശ്രമിച്ചവരോട് ഒരുപാട് നന്ദി പറയുന്നു. കേട്ട് ഇത് കേട്ടവരോട് നന്ദി പറഞ്ഞു. ഞാൻ മാഡത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കും. ശാന്താചന്ദ്രൻ മാഡത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്രയും നല്ല ക്ലാസ്സുകൾ നമുക്ക് തരുന്ന ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരുകയുമില്ല. ഇന്നത്തെ ഈ ക്ലാസ് പ്രത്യേകിച്ചും ഫലോപ്പിയൻ ട്യൂബ് രോഗങ്ങളും ഹോമിയോപ്പതിയും എന്നൊരു വിഷയം വളരെ നല്ല രീതിയിൽ അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് തരികയും അതിൻ്റെ മെഡിസിൻസ് അതുപോലെ തന്നെ പറഞ്ഞു തരികയും ചെയ്ത ശാന്താചന്ദ്രൻ മാഡത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. നന്ദി 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 നന്ദി, ഒരുപാട് നന്ദി. മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇട്ട് ചേർത്ത് പറയാൻ നമ്മുടെ അമ്പാടിയമ്മയും എത്തി. അപ്പൊ അത് അമ്പാടിയമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.